18 മാസം കൊണ്ട് അവസാനിക്കുമെന്ന് നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഈഞ്ചക്കൽ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പുരോഗതി കണ്ട് മനസ്സിലാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇന്ന് ഈഞ്ചക്കൽ ജംഗ്ഷനിൽ എത്തിയിട്ടുള്ളത്. മുമ്പ് വന്ന് നമ്മൾ കണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ അതിൽ നിന്ന് വന്നപ്പോൾ പ്രധാനമായിട്ടും ഒറ്റ നോട്ടത്തിൽ കണ്ട പ്രധാന വ്യത്യാസമെന്ന് പറയുന്നത് ഈ ടോട്ടൽ ഫ്ലൈ ഓവറിൻ്റെ ഒരു മിഡ് സെക്ഷനിലേക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓൾമോസ്റ്റ് ഒരു അവസാന ഘട്ടത്തിലാണ്. പക്ഷേ എന്നിരുന്നാൽ ഈ വരുന്ന ബ്രിഡ്ജിലേക്കുള്ള എൻട്രി പോയിൻറ്റും എക്സിറ്റ് പോയിൻറ്റുകളിലേക്കുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഒരു ഇനിഷ്യൽ ഇംപ്രഷനായിട്ട് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. 18 മാസം കൊണ്ട് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിട്ടൊരു ഏകദേശം ഒരു 2024 ഈ പ്രോജക്റ്റിൻ്റെ ഒരു ആരംഭം എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ഏകദേശം ഈ 2026 ജൂൺ ജൂലൈ മാസത്തിലേക്ക് കടക്കുന്ന ഈ സാഹചര്യത്തിലും ഉടനെ ഈ പറഞ്ഞ ഒരു പാലത്തിലേക്കുള്ള ഗതാഗതം കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല. കാരണം ഒരുപാട് വർക്ക് പെൻഡിങ് ആണ്. നമുക്ക് വിസിബിളി കാണുമ്പോൾ പാലത്തിൻ്റെ ഒരു മിഡ് സെക്ഷൻ ഏകദേശം കംപ്ലീറ്റഡ് ആയ അവസ്ഥയിലാണെങ്കിലും ഒരുപാട് അനുബന്ധ പ്രവർത്തനങ്ങളിലേക്ക് കടക്കേണ്ടതായിട്ട് ഇനിയുമുണ്ട്. ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു ഹൃദയഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു ഫ്ലൈ ഓവർ നിർമ്മാണം നടക്കുമ്പോൾ അത് ഏറ്റവും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യേണ്ടത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏറ്റവും അധികം ട്രാഫിക് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേയുടെ ഒരു ഭാഗത്താണ് ഈ വരുന്ന ബ്രിഡ്ജും വന്നിട്ടുള്ളത്. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിൽ ഒരു രീതിയിലുള്ള സംശയങ്ങളോ മറ്റ് കാര്യങ്ങളോ ഇല്ല. ഈഞ്ചക്കൽ ജംഗ്ഷൻ്റെ വളരെ തലവേദനയായ ട്രാഫിക്കിനെ ഓവർകം ചെയ്യാൻ ഈ തരത്തിലൊരു ഫ്ലൈ ഓവർ എന്ന് പറയുന്നത് വളരെയധികം ആവശ്യവുമായിരുന്നു. പക്ഷേ ആകെ ഒരു അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ ഒരു നിർമ്മാണ കാലാവധിയെക്കുറിച്ചും അതുപോലെ തന്നെ നിർമ്മാണ വേഗതയെക്കുറിച്ചിട്ടുമാണ്. എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും വലിയ വലിയ മോശം ട്രാഫിക് സിറ്റുവേഷനിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇടയ്ക്ക് ഇപ്പം നമ്മൾ ഈ യാത്ര ചെയ്യുന്ന ഈ ഭാഗത്ത് മുമ്പ് ക്ലോസ്ഡ് ആയിരുന്നു. ഒരുപാട് ചുറ്റി മുട്ടത്തറ ഭാഗത്ത് പോയി വേണ്ടിയിരുന്നു നമുക്ക് ക്രോസ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ പാലത്തിൻ്റെ മിഡ് സെക്ഷൻ കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ അടിയിലൂടെ ഗതാഗതം ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഈ ഫ്ലൈ ഓവറിൻ്റെ മറ്റ് ഡീറ്റെയിൽസിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ടെൻഡർ ആയ സമയത്ത് 47 കോടി രൂപയ്ക്കാണ് ഇതിൻ്റെ വർക്കുകൾ ആ സമയത്ത് ആരംഭിച്ചത്. ഇത് ഇത്രയും എക്സ്റ്റെൻഡ് ആയതുകൊണ്ട് തന്നെ വർക്ക് എക്സ്റ്റെൻഡ് ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പ്രോജക്റ്റിൻ്റെ കോസ്റ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള വേരിയേഷൻ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ക്ലാരിറ്റി ഇല്ല. അതെന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് പിന്നെ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ 9 സ്പാനുകളിലായി 25 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ബ്രിഡ്ജ് മൊത്തത്തിൽ ഇപ്പോൾ ഈഞ്ചക്കൽ വന്നിട്ടുള്ളത്. നമുക്ക് ഇനി ഒരു 6 മാസത്തിലെങ്കിലും ഇതിൻ്റെ ഒരു വർക്ക് കംപ്ലീഷനിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ വളരെയധികം ദുരിതം പിടിച്ച യാത്രയായിരിക്കും ഈ ഭാഗത്തെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാര്യം ഇനി ഇപ്പോൾ കുറച്ചുകൂടെ ബിസിയറായ ഈ പറഞ്ഞ ഓണം സീസണും മറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ തിരക്ക് വളരെയധികം കൂടും. കമ്പാരിറ്റീവ്ലി തിരക്ക് കുറഞ്ഞ ഉച്ച സമയത്തായിട്ട് കൂടെ നല്ല സ്ലോ മൂവിങ് ട്രാഫിക്കാണ് ഈ ഭാഗത്തുള്ളത്. ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് ഞാനിനി ട്രാഫിക്കിനെ കുറിച്ച് അഡീഷണൽ ആയിട്ട് സംസാരിക്കേണ്ട കാര്യം തന്നെ ഇല്ല. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ വേഗത കൊണ്ടുവന്ന് ഈ പ്രോജക്റ്റ് എത്രയും പെട്ടെന്ന് ഫിനിഷ് ചെയ്താൽ മാത്രമേ മറ്റ് പ്രോജക്റ്റുകളിലേക്ക് നമുക്കിനി കോൺസെൻട്രേറ്റ് ചെയ്യാനും കഴിയൂ. തിരുവനന്തപുരത്ത് തന്നെ ഒരുപാട് പ്രോജക്റ്റുകൾ എടുത്ത് ചെയ്യുന്ന ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻസാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പിലേക്ക് പോകുന്നത്. ഈ നിർമ്മാണത്തിൻ്റെ ഒരു ലാഗ് എന്തുകൊണ്ടാണെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയില്ല. ഒരു പക്ഷേ എനിക്ക് അറിയാത്ത രീതിയിലുള്ള മറ്റെന്തെങ്കിലും ടെക്നിക്കൽ തടസ്സങ്ങൾ ഉണ്ടാവാം. അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ നമുക്ക് സംസാരിക്കാം. എന്തു തന്നെയാണെങ്കിലും ഈ വരുന്ന പ്രോജക്റ്റ് 100% തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തുള്ള ട്രാഫിക് കൺജഷൻസിന് കൃത്യമായ രീതിയിലുള്ള ഒരു ആൻസർ ആണ് എന്നുള്ള കാര്യത്തിലും തർക്കമൊന്നുമില്ല. നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ് വന്ന് കവർ ചെയ്യാം. അപ്പോൾ മറ്റൊരു ക്വാളിറ്റി ഉള്ളൊരു കണ്ടന്റുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ കാണുന്നത് ഒരു ബൈ. താങ്ക് യു.